ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി തുറമുഖ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. കോഴിക്കോട് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ തണ്ണീർത്തടം നികത്തിയുള്ള പ്രകൃതി നശീകരണം നടത്തുന്നത് ഉന്നതരുടെ ഒത്താശയോടെയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. ഇടതുഭരണം കേരള മോഡലിന്റെ അടിത്തറ മാന്തുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി തുറമുഖ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഡിസംബർ 14 തൊഴിലാളികൾ പണിമുടക്കി സത്യാഗ്രഹ സമരം നടത്തുമെന്ന് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. സമരത്തിന്റെ ഭാഗമായി ബേപ്പൂർ തുറമുഖ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 14 രാവിലെ 10 മുതൽ 5 മണി വരെ തൊഴിലാളികൾ പണിമുടക്കി ബേപ്പൂർ അങ്ങാടിയിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ U പോക്കർ STU, C നാസർ CITU, AE മാത്യു INTUC എന്നിവർ അറിയിച്ചു. സംസ്ഥാന സർക്കാരോ മാരിടൈം ബോർഡോ ഫണ്ട് അനുവദിച്ച് എത്രയും വേഗം ഡ്രഡ്ജിംഗ് നടത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. നമ്മൾ കോഴിക്കോടിലെ പ്രത്യേകിച്ചും മലബാറിന് പൊതുവായി നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കേന്ദ്രമാണ് നമ്മുടെ ബേപ്പൂർ തുറമുഖം. തുറമുഖത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 1000 നാവിൽ എല്ലാവരും പറയും കേരളത്തിലെ മൈനർ പോർട്ടുകളിൽ ഏറ്റവും സാധ്യതയുള്ള പോർട്ടാണ് ബേപ്പൂർ പോർട്ട് എന്ന് എല്ലാ പഠനവും പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവർക്കും അതിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പ്രായോഗികമായി വരുമ്പോൾ നമ്മൾ മറ്റു പലതിൻ്റെയും പുറകെ പോകും. കപ്പൽ ചാനലിന്റെ ആഴം കൂട്ടാതെ ചെറിയ കപ്പലുകൾക്ക് പോലും ബേപ്പൂർ തുറമുഖത്തേക്ക് എത്താൻ കഴിയില്ല. 2001 150 മീറ്റർ വാർഫ് നിർമ്മിച്ചതിൽ പിന്നെ അടിസ്ഥാന വികസനത്തിൽ ബേപ്പൂർ തുറമുഖത്ത് കാര്യമായ പ്രവൃത്തിയൊന്നും നടന്നിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്തെ തൊഴിലാളികൾ നിലവിലുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തി അവിടെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഈ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നീക്കിവെച്ചു. അവസാനം കണ്ടെയ്നറും വന്നില്ല, ഉള്ള തൊഴിലും ഇല്ലാതായി എന്നതാണ് അതിന്റെ അവസാനത്തെ അനുഭവം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ തണ്ണീർത്തടം നികത്തിയുള്ള പ്രകൃതി നശീകരണം നടത്തുന്നത് ഉന്നതരുടെ ഒത്താശയോടെയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സരോവരത്ത് JCB ഉപയോഗിച്ച് തണ്ണീർത്തടം നികത്തുന്ന സ്ഥലത്ത് നാട്ടുകാരുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ സന്ദർശനം നടത്തി. കോഴിക്കോടിന്റെ ജലയറയായ കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ഭാഗങ്ങൾ നികത്തി അനധികൃത നിർമ്മാണങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് അദ്ദേഹം പറഞ്ഞു. നാട്ടുകാരും പ്രകൃതി സംരക്ഷകരും പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോഴും സ്വകാര്യ വ്യക്തികൾ പരസ്യമായി നിയമലംഘനങ്ങൾ നടത്തുന്നത് അത്ഭുതപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡാറ്റാ ബാങ്കിൽപ്പെട്ട സ്ഥലത്ത് നിയമ സംവിധാനങ്ങളെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ മുന്നിട്ടിറങ്ങുമെന്നും VK സജീവൻ കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി ലോല പ്രദേശത്ത് തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടും ഒക്കെയുള്ള ഈ പ്രദേശം സംരക്ഷിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ മണ്ണിട്ട് നികത്താനും ബിൽഡിംഗ് എടുക്കാനും ഒക്കെ ഉള്ള സ്ഥലമല്ല എന്ന് ഈ ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയാണ്. സർക്കാരിൻ്റെ കൈവശമുള്ള രേഖയിൽ തന്നെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ പട്ടാപ്പകല് ഇത്രയും വലിയ നിയമലംഘനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും.
കോഴിക്കോടിൻ്റെ തന്നെ ഒരു ജല അറയായിട്ട് കണക്കാക്കുന്ന ഈ കോട്ടുളി തണ്ണീർത്തടമാണ് ഇങ്ങനെ പട്ടാപ്പകല് ആളുകളുടെ മുമ്പിൽ, അധികൃതരുടെ മുമ്പിൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും അനുവദനീയമല്ല. നാട്ടുകാരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA DDE ഓഫീസ് മാർച്ച് നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, കുടിശ്ശികയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഉടൻ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, പൂർണ്ണ സുരക്ഷയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി DDE ഓഫീസ് മാർച്ച് നടത്തിയത്. പ്രതിഷേധ പരിപാടി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. സംവരണത്തിന്റെ പേരും പറഞ്ഞ് 5000-ഓളം ആളുകളെ വഴിയാധാരമാക്കുന്ന നടപടി കേരളത്തിലെ സാമൂഹ്യ വിഷയം നിലക്ക് അത് വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമ്മുടെ നാട്ടില് ചില കാലത്ത് കർഷക ഗവൺമെന്റ് എന്നും പറയും ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും സുഖമാണ്. ഇപ്പൊ സുഖമുണ്ടോ? എന്തെങ്കിലും സുഖമുണ്ടോ? ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു വർധനവ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ ലഭിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവും. നാളുകളിൽ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നുള്ള ഇൻഡിക്കേഷനാണ് പുതിയ പേ കമ്മീഷൻ പോലും നിശ്ചയിക്കുന്നത്. കേരളത്തിന്റെ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. കേരളപ്പിറവിക്ക് ശേഷം ഒരുപാട് മുഖ്യമന്ത്രിമാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളപ്പിറവിക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശമ്പള കമ്മീഷൻ നിയമിക്കാത്തത്. KPSTA സംഘടനാ ഭാരവാഹികളും നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടത് ഭരണം കേരള മോഡലിന്റെ അടിത്തറ മാന്തുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്. സെറ്റ്കോ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുക, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുക, ഭിന്നശേഷി ഉത്തരവിന്റെ മറവിൽ സ്ഥിര നിയമനം ഇല്ലാതാക്കുന്ന ഉത്തരവ് പിൻവലിക്കുക, മെഡിസെപ്പ് കാര്യക്ഷമമായി നടപ്പിലാക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെറ്റ്കോ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരോടും ജീവനക്കാരോടും നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ജീവനക്കാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നടപടികളാണ് ഉള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പക്ഷെ ചെറിയൊരു ആനുകൂല്യം പോലും കേരളത്തിലെ പ്രശസ്തമായ ആശുപത്രികൾ അന്ന് മുതലേ നമ്മൾ പറഞ്ഞോ, ആശുപത്രിയിലെ ഏറ്റവും സൈഡിൽ ഷെഡിലുള്ള പല ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലാം. ആർക്ക്? മെഡിസപ്പാണോ? അങ്ങോട്ട് പോക്കോ. സെറ്റ്കോ ജില്ലാ ചെയർമാൻ നിസാർ ചേലേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ KT അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, അഷറഫ് K സലാം, അബ്ദുൾ റഷീദ് ഖാസിമി, ഗഫൂർ പന്തീർപ്പാടം, CE റഹീന, അഷറഫ് CK തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ്
ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനവും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസിയുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അഭിനയ രംഗത്ത് 44 വർഷം പൂർത്തിയാക്കിയ നടൻ ശങ്കറിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് PV ചന്ദ്രൻ സമ്മാനിച്ചു. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റിയും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും ചേർന്ന് കോഴിക്കോട്ട് സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ മികച്ച സിനിമാ പ്രവർത്തകർക്കുള്ള പുരസ്കാരം മലയാള മനോരമയിലെ C ശിവപ്രസാദും മാതൃഭൂമിയിലെ KK അജിത് കുമാറും, മികച്ച ടെലിവിഷൻ ജേർണലിസ്റ്റിനുള്ള പുരസ്കാരം 24 ന്യൂസിലെ ദീപക് ധർമ്മടവും, മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനുള്ള പുരസ്കാരം കൈരളി ന്യൂസിലെ PV കുട്ടനും, ആങ്കർ ഓഫ് ദി ഇയർ പുരസ്കാരം അവതാരക രശ്മി പൊതുവാളും ഏറ്റുവാങ്ങി. പരിപാടി PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ പുരസ്കാരം നൽകി ആദരിക്കുന്നവരെല്ലാം മലയാളികൾക്ക് പരിചിത മുഖങ്ങളാണ്. ഞങ്ങളുടെ മേഖലകളിൽ സ്വന്തം പ്രതിഭയിൽ തിളങ്ങുന്നവരാണ് അവർ. കോഴിക്കോടിന്റെ മണ്ണിനെയും മനസ്സിനെയും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പ്രതിഭകളെ കണ്ടെത്തി വളർത്തുന്നതിനും അവരെ ആദരിക്കുന്നതിനും കോഴിക്കോടിനോളം ഹൃദയവിശാലതയുള്ള മറ്റു നഗരം ഉണ്ടാവില്ല. സാഹിത്യവും നാടകവും സംഗീതവും സ്പോർട്സും എല്ലാം കോഴിക്കോടിന്റെ പെരുമകളാണ്. ഇവിടെ ജനിച്ചു വളർന്ന മലയാളത്തിന്റെ അഭിമാനമായി മാറിയ നിരവധി വ്യക്തികളുണ്ട്. അവരെ ഓർക്കാതെ നമുക്ക് സാംസ്കാരിക ലോകം പൂർണ്ണമാകും. പ്രതിഭകളുടെയും ഓർമ്മകളുടെയും സ്നേഹത്തിന്റെയും കൂടിച്ചേരൽ കോഴിക്കോടിന്റെ അഭിമാന നിമിഷമാണ്. ഇത്തരം കൂടിച്ചേരലുകൾ നഗരത്തിന്റെ സായാഹ്നങ്ങളെ കൂടുതൽ പ്രകാശപൂരിതമാക്കുന്നു. കാലിക്കറ്റ് സൈബർ സിറ്റി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മുല്ലവീട്ടിൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. 24 ഫ്രെയിം ഫിലിം സൊസൈറ്റി സെക്രട്ടറി ബിനു വണ്ടൂർ, സംവിധായകൻ KP സുനിൽ, സന്നാഫ് പാലക്കണ്ടി, ശ്രീധരൻ നമ്പ്യാർ, നസീർ അലി കുഴിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പിന്നണി ഗായകരായ PK സുനിൽകുമാറിന്റെയും മിൻമിനിയുടെയും നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SYS പ്ലാറ്റിനം ഇയർ ചരിത്ര സമ്മേളനം ഡിസംബർ 14 ബേപ്പൂരിൽ നടക്കും. രാവിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സർഗ സഞ്ചാരം തുടങ്ങും. വൈകിട്ട് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. 27, 28, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ചാണ് അതിന്റെ സമാപനം. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചരിത്ര സമ്മേളനം എന്നത്. കോഴിക്കോട് ജില്ലാ ചരിത്ര സമ്മേളനം മറ്റന്നാൾ ഡിസംബർ 14 ചരിത്ര പ്രാധാന്യമുള്ള ബേപ്പൂരിൽ വെച്ചാണ് നടക്കുന്നത്. SYS പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായാണ് ചരിത്ര സമ്മേളനങ്ങൾ നടക്കുന്നത്. ബേപ്പൂരിൽ നടക്കുന്ന ചരിത്ര സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സാംസ്കാരികം ഡയറക്ടറേറ്റിന്റെ കീഴിൽ ജില്ലയിലെ തെരഞ്ഞെടുത്ത 60 പേർക്കുള്ള സർഗസഞ്ചാരം ഡിസംബർ 14 രാവിലെ ആരംഭിക്കും. മാംഗോസ്റ്റിൻ മരച്ചോട്ടിൽ ഉരുപ്പെരുമ, ഖലാസിക്കരുത്ത്, കഥ പറയുന്ന ചാലിയം, ബോട്ട് സവാരി തുടങ്ങിയവ ചരിത്ര സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ SYS കോഴിക്കോട് ജില്ലാ സാംസ്കാരിക പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ നിസാമി, സെക്രട്ടറി അബ്ദുൽ മജീദ് പൂത്തൊടി, സ്വാഗത സംഘം ചെയർമാൻ ബിച്ച മാത്തോട്ടം, കൺവീനർ തസ്ലീം ബേപ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു കോഴിക്കോടൻ നിറച്ചാർത്ത സംസ്ഥാനതല ചിത്രകലാ ക്യാമ്പും സ്കൂൾ തല ചിത്രരചനാ മത്സരവും ഡിസംബർ 15 നടക്കും. ചിത്രകലാ ക്യാമ്പിന്റെ സീസൺ 3 ആണ് ഈസ്റ്റിൽ BK കൃഷ്ണമേനോൻ ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുന്നത്. കലാശലവർഷത്തിന്റെ ഒരു കോഴിക്കോട് നിറച്ചാർത്ത എന്ന ചിത്രകലാ ക്യാമ്പ് 100 പരം കലാകാരന്മാർ ഒരുമിച്ചിരുന്ന് വരയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അത് ക്യാമ്പാണ്, ചിത്രകലാ ക്യാമ്പാണ് ഒരു കോഴിക്കോട് നിറച്ചാർത്ത. ഇപ്രാവശ്യം മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത്
കുട്ടികൾക്കായിട്ടുള്ള ഒരു ചിത്രരചന മത്സരം കൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ചിത്രരചന മത്സരമാണ് ഉച്ചയ്ക്ക് ശേഷം ആർട്ട് ഗാലറി വെച്ച് ഈസ്റ്റിൽ ആർട്ട് ഗാലറി വെച്ച് നടക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പോൾ കല്ലാനോട് സാറാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഒരു കോഴിക്കോട് നക്ഷാത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആർട്ടിസ്റ്റ് മദനൻ മുഖ്യാതിഥിയായിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വർഷത്തിലെ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ്, ക്യാമ്പാണ്. ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും അതിന് പ്രദർശനവും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം കൂടെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ 100-ൽ പരം ചിത്രകാരന്മാരും ചിത്രകാരികളും തത്സമയം വരയ്ക്കുന്ന ക്യാമ്പിൽ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിക്കും. പൊതുജനങ്ങൾക്ക് ചിത്രരചന നേരിൽ കാണാനുള്ള സൗകര്യവും ഒരുക്കും. പ്രശസ്ത ചിത്രകാരന്മാരായ പോൾ കല്ലാനോട്, ആർട്ടിസ്റ്റ് മദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ക്യാമ്പ് കൺവീനർ ഷാജു നെരവത്ത്, പ്രസിഡന്റ് CK ഷിബുരാജ്, സെക്രട്ടറി ജോയ് ലോനപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലുലു ബ്യൂട്ടി ഫെസ്റ്റ് 2024 കോഴിക്കോട് ലുലു മാളിൽ സമാപിച്ചു. ദയാ സി പപ്പൻ ബ്യൂട്ടി ക്വീനും മുഹമ്മദ് നാസിഫ് നജ്മുദ്ദീൻ മാൻ ഓഫ് ദി ഇയറും ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ലുലു മാളിൽ നടന്ന ലുലു ബ്യൂട്ടി ഫെസ്റ്റ് 2024 ലുലു നിവിയ ബ്യൂട്ടി ക്വീൻ കിരീടം ദയാ സി പപ്പനും ലുലു റോയൽ മിറാജ് മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം മുഹമ്മദ് നാസിഫ് നജ്മുദ്ദീനും സ്വന്തമാക്കി. ശ്വേത പൂർണിമ, മുഹമ്മദ് അനസ് എന്നിവർ ഫസ്റ്റ് റണ്ണറപ്പും നസ്രീൻ യമൻ, റഹാൻ മുഹമ്മദ് റഫീഖ് എന്നിവർ സെക്കൻഡ് റണ്ണറപ്പുമായി. 500ഓളം മത്സരാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത 12 പേരാണ് ഫൈനലിൽ മാറ്റുരച്ചത്. ലുലു നിവിയ ബ്യൂട്ടി ക്വീനായി തിരഞ്ഞെടുക്കപ്പെട്ട ദയാസി പപ്പനെ നടിയും മോഡലുമായ മുൻസില കിരീടമണിയിച്ചു. മുഹമ്മദ് നാസിഫ് നജ്മുദ്ദീന് സിനിമാ താരം ആൻസൺ പോൾ ലുലു റോയൽ മിറാജ് മാൻ ഓഫ് ദ ഇയർ പട്ടം സമ്മാനിച്ചു. ഇരുവർക്കും 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും നൽകി. ഇതുൾപ്പെടെ റണ്ണറപ്പ് വിജയികൾക്കും മറ്റ് പ്രത്യേക വിഭാഗങ്ങളിലുമായി ആകെ 3 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നൽകിയത്. ലുലു റീജിയണൽ ഡയറക്ടർ ഷരീഫ് മാട്ടിൽ, ജനറൽ മാനേജർ ഷരീഫ് സൈദു, മാൾ മാനേജർ അരുൺ ദാസ്, ബയിങ് മാനേജർ പ്രദീപ് എന്നിവർ മറ്റ് ഉപഹാരങ്ങളും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആസ്റ്റർ ഇന്റർനാഷണൽ എമർജൻസി മെഡിസിൻ കോൺക്ലേവിന്റെ 3ാം പതിപ്പ് എമർജൻസി 3.0 വയനാട്ടിൽ നടക്കും. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ജനുവരി 7 മുതൽ 12 വരെയാണ് കോൺക്ലേവ്. നമ്മള് ജാനുവരിയില് 2025 ജാനുവരി 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആസ്റ്റർ എമർജൻസി നെറ്റ്വർക്കിന്റെ എമർജൻസി മെഡിസിൻ നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തില് ഒരു ഇന്റർനാഷണൽ എമർജൻസി മെഡിസിൻ കോൺക്ലേവ് നടക്കുകയാണ്. അപ്പൊ ഇത് നമ്മള് ഈ ഒരു സീരീസില് 3ാമത്തേതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1600 പ്രതിനിധികൾ പങ്കെടുക്കും.
ദുരന്ത നിവാരണം ഉൾപ്പെടെ അടിയന്തര മേഖലയിലെ വിവിധ വിഷയങ്ങൾ എമർജൻസ് 3.0 ചർച്ച ചെയ്യുമെന്ന് എമർജൻസ് 3.0യുടെ ചെയർമാനും ആസ്ത്ര DM ഹെൽത്ത് കെയർ എമർജൻസി മെഡിസിൻ ഡയറക്ടറുമായ ഡോക്ടർ PP വേണുഗോപാൽ പറഞ്ഞു. എമർജൻസി മെഡിസിൻ രംഗത്തെ പുതിയ മുന്നേറ്റങ്ങൾ, കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും ജീവൻ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഡോക്ടർ V ജിനേഷ് അറിയിച്ചു. രജിസ്ട്രേഷനായി 9855119395 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. തനതായ കോഴിക്കോടൻ ശൈലിയിലുള്ള സംഭാഷണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് കുതിരവട്ടം പപ്പു. ആ കഴിവിനെ വെല്ലാനോ താരതമ്യപ്പെടുത്താനോ ഇന്നും ആരുമില്ല മലയാള സിനിമയിൽ. അനശ്വര കലാകാരന്റെ മരിക്കാത്ത ഓർമ്മകളിലേക്ക്. പനങ്ങാട് പത്മതലാഷൻ എന്ന നടനെക്കുറിച്ച് പറഞ്ഞാൽ ചലച്ചിത്ര പ്രേമികൾക്ക് മനസ്സിലാവില്ല. കാരണം ഒരു സിനിമയിൽ മാത്രമേ അദ്ദേഹം ആ പേരിൽ അറിഞ്ഞിട്ടുള്ളൂ. രണ്ടാം സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരിലാണ് പിന്നീട് ആ നടൻ അറിയപ്പെട്ടത്. ആ പേര് നൽകിയതാവട്ടെ ബേപ്പൂർ സുൽത്താൻ, സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറും. മലയാള സിനിമയിൽ നമ്മെ കുടുകുടെ ചിരിപ്പിച്ച കുതിരവട്ടം പപ്പുവിൻ്റെ പേരിൻ്റെ ചരിത്രമാണ് പറഞ്ഞത്. 1936 ക്രിസ്തുമസ് തലേന്ന് കോഴിക്കോട് ഫറൂഖിൽ പനങ്ങാട് രാമൻ്റെയും ദേവിയുടെയും മകനായി പിറന്ന പത്മതലാഷൻ എന്ന പപ്പു 1000ഓളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷമിട്ടു. ആദ്യ ചിത്രം P. ഭാസ്കരൻ്റെ മൂടുപടമാണ്. 17-ാം വയസ്സിൽ കുപ്പയിൽ നിന്ന് സിനിമയിലേക്ക് എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിനയ രംഗത്തെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായ ഭാർഗവി നിലയത്തിലെ കഥാപാത്രമായ പപ്പു എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. IV ശശി, പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, ജോഷി തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭന്മാരുടെ ചിത്രങ്ങളിലും അഭിനയിച്ചു. ഹാസ്യ റോളുകളിൽ തൻ്റേതായ ശൈലി കൊണ്ടുവന്ന പപ്പു പക്ഷേ സീരിയസ് വേഷങ്ങളിൽ മലയാളികളെ ഞെട്ടിച്ചു. അങ്ങാടി, ഏകലവ്യൻ തുടങ്ങിയ ചിത്രങ്ങൾ ഇതിനുദാഹരണമാണ്. പ്രിയദർശൻ്റെ ആദ്യ സിനിമയായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി തുടങ്ങി ചന്ദ്രലേഖ, മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, വെള്ളാനയുടെ നാട് തുടങ്ങിയ ചിത്രങ്ങളിൽ പപ്പുവിൻ്റെ വേഷങ്ങൾ മറക്കാനാവില്ല. മണിച്ചിത്രത്താഴിലും കാണികളെ അദ്ദേഹം പൊട്ടിച്ചിരിപ്പിച്ചു. ഷാജി കൈലാസിൻ്റെ നരസിംഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. 2000 ഫെബ്രുവരി 25-ന് 63-ാമത്തെ വയസ്സിൽ കുതിരവട്ടം പപ്പു കാലയവനിക്കുള്ളിൽ മറഞ്ഞു. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് മടവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാസിം കുന്നത്ത്, കെ കുഞ്ഞാമു, VC റിയാസ് ഖാൻ, C മുഹമ്മദ് ആരാമ്പ്രം, നാസർ കൊട്ടക്കാവയൽ, ഷൗക്കത്ത് എരവന്നൂർ, PC മുഹമ്മദ്, അൻവർ ചക്കേരക്കൽ, മുനീർ പുതുക്കുടി, സലീമുട്ടാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി തുറമുഖ തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. കോഴിക്കോട് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ തണ്ണീർത്തടം നികത്തിയുള്ള പ്രകൃതി നശീകരണം നടത്തുന്നത് ഉന്നതരുടെ ഒത്താശയോടെയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. ഇടതുഭരണം കേരള മോഡലിന്റെ അടിത്തറ മാന്തുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.